Hello everyone, welcome to Fundamentals of Investments class. Today we are going to start our discussion on module 2 in your syllabus. First topic we have to discuss is fixed income securities. Securities are financial instruments that represent a creditor relationship with a corporation or government. Generally, they represent agreements to receive a certain amount depending on the term contained within the agreement. അപ്പോൾ എന്താണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ ദാറ്റ് ഷോ എ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വിത്ത് എ കോർപ്പറേഷൻ ഓർ ഗവൺമെൻറ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയുമായിട്ടോ ഒരു ഗവൺമെൻറ്റുമായിട്ടോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റർഷിപ്പ് റിലേഷൻഷിപ്പിനെയാണ് അല്ലെങ്കിൽ ക്രെഡിറ്റർ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിനെയാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ, ഇൻവെസ്റ്റേഴ്സ് agrees to receive a certain amount. ആ എഗ്രിമെൻറ്റിലുള്ള കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു certain എമൗണ്ട് റിസീവ് ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൂടിയാണ് ഈ സെക്യൂരിറ്റീസ് കാണിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ക്രെഡിറ്റർ റിലേഷൻഷിപ്പ് വിത്ത് എ കമ്പനി ഓർ ഗവൺമെൻറ്, അതോടൊപ്പം തന്നെ അങ്ങനെ ക്രെഡിറ്റ് നൽകിയിട്ടുള്ള എമൗണ്ടിന് മുകളിൽ ഒരു സ്ഥിര വരുമാനം അല്ലെങ്കിൽ ഒരു വരുമാനം ആ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള ഒരു വരുമാനം റിസീവ് ചെയ്യാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റും കൂടിയാണ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്യൂരിറ്റീസ്. സോ വാട്ട് ഈസ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്? Fixed income security is an investment avenue wherein the investor gets predictable returns at the set intervals of time. This investment class is relatively safe with low volatility and forms an ideal investment option for people looking at fixed returns at low default risk. ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമ്മളുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വരുമാനം അതിലൂടെ നമുക്ക് ഒരു കൃത്യമായ ഇടവേളകളിൽ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഈ നിക്ഷേപ മാർഗം എന്ന് പറയുന്നത് വേരിയബിലിറ്റി ഓഫ് റിട്ടേൺസ് കുറവായിരിക്കും. അതിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ റിസ്ക്കും കുറവാണ്. അപ്പം വളരെ റിസ്ക് കുറഞ്ഞിരിക്കുകയും അതേസമയം ഒരു സ്ഥിര വരുമാനം ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിക്ഷേപ മാർഗമാണ് ഈ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, കമേഴ്സ്യൽ പേപ്പർ, ട്രഷറി ബിൽസ് എക്സെട്ര. അങ്ങനെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് കമ്പനികളിലോ ഗവൺമെൻറ്റിലോ അവരുടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസിലാണ് നിക്ഷേപിക്കുന്നത്. കടമായിട്ടാണ് ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കടമായി കൊടുക്കുന്ന ഇൻസ്ട്രുമെൻസ് ആണ് ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് ആദ്യത്തെ ഉദാഹരണം, ലൈക്ക് ഗവൺമെൻറ് ബോണ്ട്സ്. രണ്ടാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ബോണ്ട്സ് ആണ്, കമ്പനികളുടെ ബോണ്ടുകൾ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിബഞ്ചറുകൾ. പിന്നെ ഷോർട്ട് ടൈമിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, കടമായി നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എഗ്രിമെൻറ്റ്സിനെയാണ് കമേഴ്സ്യൽ പേപ്പർ എന്ന്, അതുപോലെ ഗവൺമെൻറ്റിന് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റിനെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനെ ട്രഷറി ബിൽസ് എന്നും പറയും. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഫിക്സഡ് ഇൻകം securities like government bonds, corporate bonds, commercial paper, treasury bills, etc. Fixed income securities denote debt of the issuer, that is, they are an acknowledgement or promissory note of money received by the issuer
from the investor. Simply, it is an investment that provides a return in the form of fixed periodic payments and the eventual return of principal at maturity. അപ്പോൾ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഇൻവെസ്റ്റർ അതിൻ്റെ ഓർഗനൈസേഷൻ, ഒരു ഗവൺമെൻറ് ആകാം അല്ലെങ്കിൽ കമ്പനിയുമായിട്ടുള്ളൊരു ക്രെഡിറ്റർ റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നതെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിൽ സ്വീകരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്ന ക്യാപിറ്റലിലെ ഡെപ്റ്റാണ്. അതായത് ആ സെക്യൂരിറ്റി നൽകുന്ന ആൾ, അതായത് ക്യാഷ് റിസീവ് ചെയ്യുന്നത് ഓർഗനൈസേഷനാണ്. അത് ഗവൺമെൻറ് ആകാം അല്ലെങ്കിൽ കമ്പനിയാകാം. കമ്പനിയാണ് ഇഷ്യൂർ എന്ന് പറയുന്നത്, ഇഷ്യൂർ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ ഇഷ്യൂർ ഓഫ് ബോണ്ട്. ഇഷ്യൂറെ സംബന്ധിച്ചിടത്തോളം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് എപ്പോഴും എന്താണ്, ഡെപ്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദെയർ ആൻ അക്നോളജ്മെൻറ്റ് ഓർ പ്രോമിസറി നോട്ട് ഓഫ് മണി റിസീവ്ഡ് ബൈ ദ ഇഷ്യൂർ ഫ്രം ദ ഇൻവെസ്റ്റർ. അപ്പോൾ അത് ഒരു പ്രോമിസറി നോട്ടാണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടാണ്. എന്തിനാണ് സൂചിപ്പിക്കുന്നത്? കടമായി വാങ്ങിയ എമൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആൻ എക്സാമ്പിൾ ഓഫ് എ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി വുഡ് ബി എ 5% ഫിക്സഡ് റേറ്റ് ഗവൺമെൻറ് ബോണ്ട്, whereas ₹1,000 investment would result in an annual ₹50 payment until maturity, when the investor would receive the ₹1,000 back. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ബോണ്ടാണ്, 1000 രൂപയുടെ ഗവൺമെൻറ് ബോണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റാണ് 5% കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5% ഫിക്സഡ് റേറ്റുള്ള ഒരു ഗവൺമെൻറ് ബോണ്ട്, 1000 രൂപ വിലയുള്ള ഒരു ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റിക്ക് ഉദാഹരണമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക്, അത് വിൽക്കുമ്പോൾ ഇൻവെസ്റ്ററുടെ കയ്യിൽ നിന്നും കമ്പനി സ്വീകരിക്കുന്നത് 1000 രൂപയാണ്. 1000 രൂപയാണ് കടമായി വാങ്ങുന്നത്. ആ എഗ്രിമെൻറ്റിലൂടെ നൽകുന്ന പ്രോമിസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറി ഇയർ 5%, 1000ൻ്റെ 5%, അപ്പോൾ ₹50 ഇൻട്രസ്റ്റായി നൽകിക്കൊണ്ടിരിക്കും. എവറി ഇയർ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കും ടിൽ ദ മെച്യൂരിറ്റി. അതിൻ്റെ കാലാവധി കഴിയുന്ന സമയം വരെ ഈ ഓരോ വർഷവും ₹50 വെച്ച് നൽകിക്കൊണ്ടിരിക്കും ഇൻട്രസ്റ്റിൻ്റെ രൂപത്തിൽ. കൂടാതെ ആ കാലാവധി കഴിയുന്ന സമയത്ത് ആ വാങ്ങിയ എമൗണ്ട് 1000 രൂപയാണ് ഈ എക്സാമ്പിളിൽ, അത് അതുപോലെ തിരിച്ചു നൽകുകയും ചെയ്യും. ഈ ഒരു എഗ്രിമെൻ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ് ബോണ്ട് കൊണ്ട് ഉദാഹരണം ആക്കിയിരിക്കുന്നത്. ജനറലി ദീസ് ടൈപ്പ് ഓഫ് അസറ്റ്സ് ഓഫർ എ ലോവർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബിക്കോസ് ദേ ഗ്യാരൻറ്റി ഇൻകം. അപ്പോൾ ഒരു ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഇൻകം നൽകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേണിലാണെങ്കിൽ കൂടിയും അത് പർച്ചേസ് ചെയ്യുന്നതിനും കമ്പനികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ ക്യാഷ് നിക്ഷേപിക്കുന്നതിനും അവർക്ക് താല്പര്യമുള്ളതായിരിക്കും. കാരണം ഇതിന് റിസ്ക് കുറവാണ്, റിട്ടേൺ ഫിക്സ്ഡായിട്ട് കിട്ടുകയും ചെയ്യും, അതിലൊരു അൺസർട്ടൻറ്റിയും ഇല്ല. ഇനി ബോണ്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് റേഞ്ചിങ് ഫ്രം ആസ് ലോ ആസ് 91 days to 30 years. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഫിക്സ്ഡാണ്. അത് ഏറ്റവും കുറഞ്ഞത് 91 ദിവസം വരെയാകാം, അത് ഏറ്റവും കൂടിയതാണെന്നുണ്ടെങ്കിൽ 30 വർഷം വരെയാകാം. രണ്ടാമത്തെ പ്രത്യേകത, സ്പെസിഫൈഡ് കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് കൂപ്പൺ. അത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 5% എന്ന് പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ് നൽകുന്നതെങ്കിൽ അതിലൊരു കാരണവശാലും മാറ്റം വരില്ല. അപ്പോൾ അതാണ് സ്പെസിഫൈഡ് കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ജനറലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ ആൻഡ് ദ ഇൻവെസ്റ്റർ പ്രോഫിറ്റ്സ് ഫ്രം ദ ഡിഫറൻസ് ഇൻ ദ ഇഷ്യൂ ആൻഡ് റിഡീംഡ് പ്രൈസ്. ആ മുകളിലത്തെ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഈ മൂന്നാമത്തെ പ്രത്യേകത വിശദീകരിക്കാം. ജനറലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. അപ്പോൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, ആ ഗവൺമെൻറ് ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നതാണ് ₹1000. അപ്പോൾ ₹1000 എന്ന് പറയുന്ന ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 5% ₹1000 ആണ്. പക്ഷേ ഇത് വിൽക്കുന്നത്, ഗവൺമെൻറ് വിൽക്കുന്നത് അല്ലെങ്കിൽ കമ്പനികൾ വിൽക്കുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ ₹900 അല്ലെങ്കിൽ ₹950
അപ്പോൾ 900 റുപ്പീസിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 900 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞിരുന്നാലും ഇൻവെസ്റ്റർക്ക് എവറി ഇയർ 50 റുപ്പീസ് തന്നെ എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. കൂടാതെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഫേസ് വാല്യൂ തന്നെയായിരിക്കും റിഡീം ചെയ്യുന്നത്. അതായത് നിക്ഷേപകന് തിരിച്ചു കിട്ടുന്നത് 1000 രൂപയാണ്. അല്ലാതെ നിക്ഷേപകൻ നൽകിയ 900 റുപ്പീസ് അല്ലെങ്കിൽ എത്രയാണോ അതല്ല ഇവിടെ മാനദണ്ഡമാക്കുക എന്നുള്ളതാണ് ഈ പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നിക്ഷേപകന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് 3 ക്യാരക്ടറിസ്റ്റിക്സ്: ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ്, സ്പെസിഫൈഡ് കൂപ്പൺ ഓർ ഇൻട്രസ്റ്റ് റേറ്റ്, ആൻഡ് ജനറലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. അഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്: ലോവർ വോളറ്റിലിറ്റി ദാൻ അതർ അസറ്റ് ക്ലാസ് പ്രൊവൈഡിങ് സ്റ്റേബിൾ റിട്ടേൺ. ഇതിൽ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ വേരിയബിലിറ്റി എന്ന് പറയുന്നത് മറ്റ് അസറ്റ് ക്ലാസ്സുകളെ, സ്റ്റേബിൾ റിട്ടേൺ നൽകുന്ന മറ്റ് അസറ്റ് ക്ലാസ്സുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫർ ആയിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമാണ്. ഹയർ റിട്ടേൺസ് ദാൻ ട്രഡീഷണൽ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ്. ട്രഡീഷണൽ ആയിട്ടുള്ള ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടിയ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ബോണ്ടുകൾ നൽകാറുള്ളത്. പ്രഡിക്റ്റബിൾ ആൻഡ് സ്റ്റേബിൾ റിട്ടേൺസ്. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് ആദ്യമേ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും കിട്ടുന്ന റിട്ടേൺ എന്താണെന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്ഥിരതയുള്ളതുമായിരിക്കും. ഇതാണ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിൻ്റെ അഡ്വാൻറ്റേജസ്. നേരെ മറിച്ച് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആർ: 1. Low liquidity. Investors' money is locked for full maturity period unless the security is traded in the secondary market. ഈ ബോണ്ടുകൾ എന്ന് പറയുന്ന ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് സെക്കൻഡറി മാർക്കറ്റായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്നതിനുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്ന സമയത്താണ് ആ തരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിന് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റുക. അതായത് ഇപ്പോൾ ഒരാൾ 10,000 റുപ്പീസിൻ്റെ ബോണ്ട് കയ്യിൽ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാലാവധി 5 വർഷമാണ്. അപ്പം 10,000 റുപ്പീസ് ഇപ്പോൾ ഗവൺമെൻറ് ബോണ്ടിലാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുകയാണ്. അത് നിക്ഷേപിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഈ ഇൻവെസ്റ്റർക്ക് ആ മണിയുടെ ആവശ്യം വരുന്നത്. അത് പെട്ടെന്ന് ഇത് ട്രേഡ് ചെയ്യാൻ കഴിയാത്ത ബോണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാലാവധി കഴിയുന്നത് വരെയും ഇൻവെസ്റ്റർ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു അവസ്ഥയ്ക്കാണ് ലോ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, നോട്ട് ആക്റ്റീവ്ലി ട്രേഡഡ്. സോ ബോണ്ട്സ് ആർ നോട്ട് ആക്റ്റീവ്ലി ട്രേഡഡ് ഇൻ സെക്കൻഡറി മാർക്കറ്റ്. തേർഡ് പോയിന്റ്, സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. ചേഞ്ച് ഇൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ചസ് ദ ഈൽഡ് ഓൺ ഹെൽഡ് സെക്യൂരിറ്റീസ്. അതായത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നതും സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ്. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ബോണ്ടുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വിൽപ്പന വിലയിൽ മാറുകയും അത് കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന ടോട്ടൽ റേറ്റ് ഓഫ് റിട്ടേണിൽ വ്യത്യാസം വരാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ദ ഡിസഡ്വാൻറ്റേജസ് ആർ: 1. Low liquidity. 2. Not actively traded. 3. Sensitivity to market interest rate. Now some important terms associated with the fixed income securities. First term is issuer. It is the entity, company or government who borrows the money by issuing the bond and is due to pay interest and repay capital in due course. ആരാണോ ഈ ഇൻസ്ട്രുമെൻ്റ് വിറ്റുകൊണ്ട് മണി കടമായി വാങ്ങുന്നത്, അതൊരു കമ്പനിയാകാം ഗവൺമെൻറ് ആകാം, ആ എൻറ്റിറ്റിക്ക് പറയുന്ന പേരാണ് ഇഷ്യൂവർ. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൽ ഓഫ് എ ബോണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മെച്യൂരിറ്റി വാല്യൂ, ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ. ഈസ് ദ എമൗണ്ട് ദാറ്റ് ദ ഇഷ്യൂവർ ബോറോസ് വിച്ച് മസ്റ്റ് ബി റീപെയ്ഡ് ടു ദ ലെൻഡർ. അപ്പോൾ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേര്, കോമൺ ആയിട്ട് പറയുന്ന പേര് ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ, മെച്യൂരിറ്റി വാല്യൂ എന്നൊക്കെയാണ്.
ആദ്യം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒരു ഗവൺമെൻറ് ബോണ്ട് 5% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ₹1000 ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ₹1000 എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആകുന്നു, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടാണ്. ഈ എമൗണ്ടിനകം അത് വിൽക്കുക. അതിനെ ബേസ് ചെയ്തിട്ടാണ്, ഈ ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുന്നതും ആ ഫേസ് വാല്യൂ ആയിരിക്കും. സോ സെക്കൻഡ് ടേം ഈസ് പ്രിൻസിപ്പൽ ഓഫ് എ ബോണ്ട് ഓർ മെച്യൂരിറ്റി വാല്യൂ ഓർ ഫേസ് വാല്യൂ ഓർ പാർ വാല്യൂ. ഓൾ ദീസ് ആർ one and the same. Third term is the coupon. It is the annual interest rate that the issuer must pay expressed as a percentage of the principal. അപ്പോൾ നിക്ഷേപകന് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്ത് നൽകേണ്ട ഇൻട്രസ്റ്റിൻ്റെ ശതമാനത്തിന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിന് പറയുന്ന പേരാണ് കൂപ്പൺ. ബോണ്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്നല്ല പറയുക, അതിന് പകരം ആ ശതമാനം, ഇൻട്രസ്റ്റിൻ്റെ ശതമാനത്തിന് പറയുന്ന പേര് കൂപ്പൺ. ആൻഡ് ലാസ്റ്റ്ലി ദ മെച്യൂരിറ്റി. ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദി ബോണ്ട്, ദ ഡേറ്റ് ദാറ്റ് ദ ഇഷ്യൂർ മസ്റ്റ് റിട്ടേൺ ദ പ്രിൻസിപ്പൽ. ആ പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഫേസ് വാല്യൂ ബോണ്ട് ഇഷ്യൂ ചെയ്ത കമ്പനി അല്ലെങ്കിൽ ഗവൺമെൻറ് തിരിച്ചു നൽകേണ്ട ഡേറ്റിന് പറയുന്ന പേരാണ് മെച്യൂരിറ്റി. സോ ദ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആർ ദ ഇഷ്യൂർ, ദ പ്രിൻസിപ്പൽ ഓഫ് എ ബോണ്ട്, the coupon and the maturity. So this is an introduction about fixed income securities. Hope all of you understood the concept. Let us conclude today's discussion. Thank you.